ഉരുൾപൊട്ടൽ പുനരധിവാസത്തിനുള്ള അവസാനഘട്ട കരട് പട്ടികയിൽ പേരില്ലാതെ നിരവധി ദുരന്ത ബാധിതർ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ചൂരൽമല, മുണ്ടക്കൈ വാർഡുകളിലെ സ്കൂൾ റോഡ്, പടവെട്ടിക്കുന്ന്, പുഞ്ചിരിമട്ടം എന്നിവിടങ്ങളിലെ 87 കുടുംബങ്ങളുടെ പേര് പട്ടികയിൽ ഉൾപ്പെടുത്തിയില്ലെന്നാണ് ആരോപണം. പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് കളക്ടർക്കും മന്ത്രിക്കും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ദുരന്തബാധിതർ. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട മൂന്നാം ഘട്ട പട്ടിക പുറത്തു വന്നെങ്കിലും നിരവധി ദുരന്തബാധിതർ ഇപ്പോഴും പട്ടികയ്ക്ക് പുറത്താണ്. ഞാനിപ്പോൾ ഉള്ളത് കൽപ്പറ്റയിലെ ഈ ദുരന്തബാധിതർ വാടകയ്ക്ക് താമസിക്കുന്ന സ്ഥലത്താണ്. മുണ്ടക്കൈ വാർഡിലുള്ള ചില ദുരന്തബാധിതരാണ് നമ്മളോടൊപ്പം ചേരുന്നത്. എന്താണിപ്പോൾ അവസ്ഥ? അതായത് ഇപ്പോൾ നിലവിൽ മുണ്ടക്കയിലെ ലിസ്റ്റ് വന്നപ്പോൾ ലിസ്റ്റിൽ നമ്മളെ പേരോ കാര്യങ്ങളോ ഉൾപ്പെട്ടില്ല. അവിടെ ഇനി ഞാൻ ശേഷിക്കുന്നത് വെറും 5 കുടുംബം മാത്രമാണ്. ഞാൻ താമസിക്കുന്നത് പുഞ്ചിരിമട്ടത്താണ്. അവിടെ ആകെയുള്ള ഒരു 5 കുടുംബം മാത്രമേ ഉള്ളൂ. അതിൽ ഇപ്പോൾ നിലവിൽ തൊട്ട് താഴെയുള്ള വീടുകൾ വരെ ലിസ്റ്റിൽ പേര് വന്നിട്ടുണ്ട്. പക്ഷേ ഈ മുകളിലുള്ള 5 ആളെ ലിസ്റ്റ് മാത്രം വന്നിട്ടില്ല. നമ്മളെ പേരും കൂടെ ഇല്ല. നമ്മൾ പുഞ്ചിരിമട്ടത്താണ് നമ്മളെ വീട്ടിലെ. അമ്മയും അച്ഛനും പിന്നെ എൻ്റെ വൈഫും മോനും ഞാനൊക്കെ ഉള്ളത്. അപ്പോൾ ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. ഇപ്പോൾ നമ്മളെ പേരൊന്നുമില്ല. ഏത് ഭാഗത്താണ് വീട്? പുഞ്ചിരിമട്ടം വനറാണീൻ്റെ സൈഡാണ് നമ്മളെ വീട്. അവിടെ ഉള്ളത് 9 വീടാണ്. 9 വീട്ടിൽ പിന്നെ 8 വീടിൻ്റെ ലിസ്റ്റും വന്നു. നമ്മളൊരു വീടിൻ്റെ മാത്രം വന്നിട്ടില്ല. അപ്പോൾ അതുമായി പരാതി കൊടുക്കാൻ വേണ്ടി കളക്ടറേറ്റിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ പോയി താമസിക്കാൻ കാര്യങ്ങൾക്കൊന്നും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് കഴിയില്ല. നിലവിൽ ഈ 10 ദിവസത്തിനകം ആക്ഷേപങ്ങളോ പരാതികളോ ഉണ്ടെങ്കിൽ കളക്ടറെ അറിയിക്കാമെന്ന് പറഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഓഫീസിൽ അവരെ അധികൃതരെ ബന്ധപ്പെട്ടിരുന്നു. ഞങ്ങൾ ഓഫീസിൽ പോകാൻ നിൽക്കുകയാണ് കളക്ടറേറ്റിൽ. സാർ, വേറെ കാര്യമുണ്ട്. ഞങ്ങൾ ഓരോ ലിസ്റ്റ് വരുമ്പോഴും ഈ ആളുകൾ മൊത്തം ഈ ഓഫീസ് കയറി ഇറങ്ങേണ്ട ഒരവസ്ഥ. ഈ ദുരന്തത്തിൽപ്പെട്ട ആളുകൾക്ക് ജോലിക്ക് വല്ലപ്പോഴും തുച്ഛമായ ജോലിയാണ് കിട്ടുക. അത് ഒഴിവാക്കിയിട്ട് എപ്പോഴും കളക്ടർ ഓഫീസ് അല്ലെങ്കിൽ താലൂക്ക് ഓഫീസ് അല്ലെങ്കിൽ വില്ലേജ് ഓഫീസ് ഇങ്ങനെ കയറി ഇറക്കും. എത്ര പേപ്പർ നേരാക്കിയാലും അവർക്കത് ശരിയാവുന്നില്ല. ഒന്നാമത്തെ വർഷം. പിന്നെ രണ്ടാമത് മുണ്ടക്കയിൽ 16 വീടുകളും 22 പാടികളും 26 പാടികളും ഉണ്ട് മുണ്ടക്കയിൽ. അതുപോലെ തന്നെ റാട്ടപ്പാടിയിൽ 22 പാടിയുണ്ട്. പടവെട്ടിക്കുന്നിൽ 37 കുടുംബം. പിന്നെ HS റോഡിൻ്റെ 4 പേരുണ്ട് എന്ന് പറയുന്നത്. അതുപോലെ പിന്നെ പുതിയ വില്ലേജ് റോഡിൽ 6 പേരുണ്ട്. ഇത്രയും ലിസ്റ്റാണ് ഞാൻ ആകെ വരാനുള്ളൂ. പക്ഷേ ഇതിങ്ങനെ ഈ പുട്ടിൽ തേങ്ങ ഇടുന്ന പോലെ ഇങ്ങനെ കുറച്ച് വിടുക. എന്നിട്ട് അതിന് കുറച്ച് ആക്ഷേപങ്ങൾ. ഈ ആൾക്കാരെ മുഴുവൻ കളക്ടറേറ്റ് കയറ്റി ഇറക്കണം. ഈ ഉദ്യോഗസ്ഥന്മാർ കൃത്യമായി ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഇത് കൃത്യമായൊരു ഉത്തരം കിട്ടും. അതായത് പുഞ്ചിരിമട്ടത്താണെങ്കിൽ ശരി, പിന്നെ മുണ്ടക്കൈ ടൗണാണെങ്കിൽ ശരി, ഇനി പടവെട്ടിക്കുന്നാണെങ്കിൽ ശരി, പുതിയ വില്ലേജിലാണെങ്കിൽ സാറേ കൃത്യമായിട്ട് അവർ ഇടപെട്ട് കഴിഞ്ഞാൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. ഇത് അവർ മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണോ അല്ലെങ്കിൽ ദുരന്തപ്പെട്ട ആളുകളെ പിന്നെ ബുദ്ധിമുട്ടിക്കാനാണോ എന്നറിയില്ല. ഈ മൂന്നാം ഘട്ട ലിസ്റ്റിൽ സുരക്ഷിതമല്ലാത്ത 50 മീറ്റർ ദൂരത്തിന് പുറത്തുള്ള ഒറ്റപ്പെട്ട വീടുകൾ പരിഗണിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അത് അവഗണിച്ചു എന്നാണ് ദുരന്തബാധിതരുടെ പരാതി. ഏതായാലും ദുരന്തബാധിതരുടെ ഈ ഒരു വലിയ പ്രശ്നത്തിന് അധികൃതരുടെ കണ്ണു തുറക്കലുണ്ടാകണം എന്നാണ് ദുരന്തബാധിതർക്ക് പറയാനുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് അതുൽ ആംബ്രയ്ക്കൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ, വയനാട്.